ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ചിട്ടാണ്. പാലക്കോട്ട് വിഷ്ണു ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. നാളെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ 12ാമത്തെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഏകദേശം 500 വർഷങ്ങൾക്കപ്പുറം പഴക്കം ചെന്ന അതിപുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് പാലക്കോട്ട് വിഷ്ണു ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനടി പഞ്ചായത്തിൽപ്പെടുന്ന പാവുക്കോണം എന്ന പ്രദേശത്താണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഈ ഒരു പ്രദേശത്ത് തൃക്കടിയിൽ നായർ വീട്ടിലെ കുടുംബാംഗങ്ങളായിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കുടുംബത്തിലെ വംശപരമ്പരയിൽ സന്തതികളില്ലാതിരുന്ന കാരണത്താൽ ആ ഒരു കുടുംബത്തിലെ ഒരു അംഗം സന്തതികളുണ്ടായാൽ ഇവിടെ ഒരു ഭഗവാന്റെ പ്രതിഷ്ഠ നടത്താമെന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അത്രേ. അതിൻ്റെ തൽഫലമായി ദൈവാനുഗ്രഹം കൊണ്ട് പിന്നീട് ആ ഒരു വംശപരമ്പരയിൽ സന്തതികൾ ജനിക്കുകയും ആ ഒരു കുടുംബത്തിൻ്റെ അംഗത്തിൻ്റെ പ്രാർത്ഥന പ്രകാരം ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തുകയും ഭഗവാന്റെ സമീപത്തായി ഉപദേവന്മാരായി ഗണപതിയുടെയും പൂർണ്ണ പുഷ്കര സമേതനായ അയ്യപ്പൻ്റെയും പ്രതിഷ്ഠ നടത്തുകയും ക്ഷേത്രം പണിത് ആരാധന നടത്തിപ്പോരുകയും ചെയ്തു അത്രേ. കാലോചിതമായ മാറ്റങ്ങൾക്കനുസരിച്ച് പിന്നീട് ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠയും നടത്തുകയുണ്ടായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം ജീർണാവസ്ഥയിലേക്ക് വരികയും ജീർണോദ്ധാരണത്തിൻ്റെ അഭാവം നിമിത്തം 2008 ജനുവരിയിൽ ക്ഷേത്ര ജീർണോദ്ധാരണ കമ്മിറ്റി ക്ഷേത്രം ഏറ്റെടുക്കുകയും ആ മാസം തന്നെ നിത്യപൂജകൾ ആരംഭിക്കുകയും ചെയ്തു. 2009 ഭക്തരുടെ ആവശ്യപ്രകാരം ക്ഷേത്രത്തിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയും 2010 ഫെബ്രുവരിയിൽ ക്ഷേത്രത്തിലെ തന്ത്രി പനാവൂർ പനക്കൽ പരമേശ്വരൻ നമ്പൂതിരിയുടെ മകനായ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ദേവപ്രശ്ന പരിഹാര കർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ അന്തിമഹാകാളൻ ദേവസ്വത്തിൽപ്പെട്ട 5 ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ശ്രീ പാലക്കോട്ട് വിഷ്ണു ക്ഷേത്രം. നാളെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കാൻ പോകുന്നത്. അതായത് ജനുവരി 31 വെള്ളിയാഴ്ച ചതയം നാളിലാണ് ഈ ഒരു പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കാൻ പോകുന്നത്. രാവിലെ മഹാഗണപതി ഹോമത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് പനാവൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ പോകുന്നത്. അന്നേ ദിവസം 6 മണി മുതൽ മഹാവിഷ്ണുവിന് 25 കലശത്തോടു കൂടിയ നവകം പഞ്ചഗവ്യം കലശം, ഗണപതിക്ക് ഒറ്റ കലശം, അയ്യപ്പന് ഒറ്റ കലശം, നാഗങ്ങൾക്ക് പാലും വെള്ളരി എന്നിവയും ക്ഷേത്രാചാര ചടങ്ങുകൾക്കനുസൃതമായി നടത്തപ്പെടുന്നുണ്ട്. കൂടാതെ വൈകിട്ട് വിവിധ കലാപരിപാടികളോടുകൂടി ഉള്ള ഉത്സവ ചടങ്ങുകളിലേക്കും മഹാവേദി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.